അതിപ്പോൾ എങ്ങനെയാ? മോളിവുഡ് എന്ന് പറഞ്ഞാൽ അത് മോഹൻലാൽ തന്നെയാണ്. മലയാളത്തെക്കുറിച്ച്, മലയാള സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം ആ പേരേ വരികയുള്ളൂ. അത് നമ്മൾ പലപ്പോഴും പറയാറുണ്ടെങ്കിലും മറ്റ് ഇൻഡസ്ട്രിക്കാർ എടുക്കുമ്പോഴാണ് കൃത്യമായി വ്യക്തമാകുന്നത്. ഇപ്പോഴിതാ ബോളിവുഡിലെ ഏറ്റവും പുതിയ സിനിമയുടെ റെഫറൻസിലും മോഹൻലാൽ തന്നെയാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ ചില കൗതുകം നിറയ്ക്കുന്ന സംഭവങ്ങൾ കൂടി ഇന്നേ ദിവസം നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. ബോളിവുഡ് ഇപ്പോൾ ഒരു ട്രെൻഡ് മാറ്റത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പഴയ ബോളിവുഡിലേക്ക് സഞ്ചരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ പുതിയ ബോളിവുഡ്. പുതിയ ബോളിവുഡ് വലിയ പരീക്ഷണങ്ങൾ നടത്തിയെങ്കിലും ഒന്നും വേണ്ടത്ര വിജയം സ്വന്തമാക്കാൻ കഴിഞ്ഞില്ല. പലപ്പോഴും മറ്റ് ഇൻഡസ്ട്രിയിൽ നിന്നും കോപ്പി അടിച്ചുകൊണ്ടുപോയ സാധനങ്ങൾ അവിടെ കൊണ്ടുപോയി ഹിറ്റടിക്കുന്ന പതിവാണ് ബോളിവുഡ് നടത്തിക്കൊണ്ടിരുന്നത്. അത് പലതും ഫെയിലാകുകയും ചിലതൊക്കെ ഹിറ്റാകുകയും ചെയ്തിരുന്നു. ഇപ്പോഴിതാ പഴയ ട്രെൻഡിലേക്ക് ബോളിവുഡും സഞ്ചരിക്കുകയാണ്, അവരുടെ റൊമാൻറ്റിക് ട്രെൻഡിലേക്ക്. സിദ്ധാർത്ഥ് മൽഹോത്ര, ജാൻവി കപൂർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി തുഷാർ ജലോട്ട സംവിധാനം ചെയ്യുന്ന സിനിമയാണ് പരം സുന്ദരി. ഒരു റൊമാൻറ്റിക് കോമഡി ജോണറിൽ പുറത്തിറങ്ങുന്ന സിനിമയുടെ ട്രെയിലർ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടു. കേരളത്തിന്റെ പശ്ചാത്തലത്തിലാണ് സിനിമ ഒരുങ്ങുന്നത്. ഒരു പക്കാ റൊമാൻറ്റിക് സിനിമയാകും പരം സുന്ദരി എന്ന സൂചനയാണ് ട്രെയിലർ നൽകുന്നത്. ചിത്രം ഓഗസ്റ്റ് 29 തിയേറ്ററിലേക്ക് എത്തുകയാണ്. ട്രെയിലറിൽ മോഹൻലാൽ റഫറൻസ് ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടുന്നതും. കേരളത്തിൽ മോഹൻലാൽ, തമിഴിൽ രജനികാന്തും, തെലുങ്കിൽ അല്ലു അർജുനും, കന്നഡയിൽ യശുമാണ് മറ്റ് സൂപ്പർ സ്റ്റാറുകൾ എന്നുമാണ് ട്രെയിലറിൽ ജാൻവിയുടെ കഥാപാത്രം പറയുന്നത്. ജാൻവി അവതരിപ്പിക്കുന്ന കഥാപാത്രം ഒരു കേരള പെൺകുട്ടി എന്ന രീതിയിലാണ്. ചിത്രത്തിൽ സിദ്ധാർത്ഥ് നോർത്ത് ഇന്ത്യക്കാരനും ജാൻവി മലയാളിയുമായിട്ടാണ് എത്തുന്നത്. പരം എന്ന കഥാപാത്രമായാണ് സിദ്ധാർത്ഥ് എത്തുമ്പോൾ സുന്ദരി ആയിട്ടാണ് ജാൻവി എത്തുന്നത്. ചിത്രത്തിൽ ആദ്യ ഗാനമായ പർദേശിയ നേരത്തെ പുറത്തു വന്നിരുന്നു, വലിയ ട്രെൻഡുമായി മാറി. ഒരു റൊമാൻറ്റിക് മൂഡിൽ ഒരുക്കിയ ഗാനം പാടിയിരിക്കുന്നത് സോനു നിഗം, കൃഷ്ണകാലി സാഹ, സച്ചിൻ ജിഗർ എന്നിവർ ചേർന്നാണ്. അമിതാഭ് ഭട്ടാചാര്യയാണ് ഗാനത്തിനായി വരികൾ എഴുതിയിരിക്കുന്നത്. കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ ഗാനം ഒരുക്കിയിരിക്കുന്നത്. മികച്ച പ്രതികരണമാണ് ഗാനത്തിന് ലഭിച്ചതും. കേരളത്തിലായിരുന്നു സിനിമയുടെ ഭൂരിഭാഗം ഷൂട്ടും നടന്നത്. കേരളത്തിലെ ഷൂട്ടിംഗ് സെറ്റിൽ നിന്നുള്ള സിദ്ധാർത്ഥിന്റെയും ജാൻവിയുടെയും ചിത്രങ്ങൾ നേരത്തെ വൈറലായിരുന്നു. ചങ്ങനാശ്ശേരിയിലാണ് ചിത്രത്തിലെ പ്രധാന ഭാഗങ്ങൾ ചിത്രീകരിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ. മാഡോക് ഫിലിംസിന്റെ ബാനറിൽ ദിനേശ് വിജയനാണ് ചിത്രം നിർമ്മിക്കുന്നത്. ഹർഷ് വോറ, ഗൗരവ് മിശ്ര എന്നിവർ ചേർന്ന് തിരക്കഥയൊരുക്കുന്ന സിനിമയ്ക്കായി സംഗീതം ഒരുക്കിയത് സച്ചിൻ ജിഗറാണ്. എന്തായാലും ഈ ചിത്രത്തിൽ മോഹൻലാൽ റഫറൻസുകൾ പറഞ്ഞു വെച്ചത് ആരാധകർ ഏറ്റെടുത്തിട്ടുണ്ട്. മോളിവുഡ് എന്നാൽ മോഹൻലാൽ തന്നെയാണല്ലോ. ഇപ്പോൾ നമ്മൾ മോഹൻലാൽ വുഡ് എന്ന് വരെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ബോളിവുഡ് റഫറൻസ് ആക്കിയില്ലെങ്കിലേ ഉള്ളൂ അത്ഭുതമെന്ന് അവർ തന്നെ പറയുന്നുണ്ട്. കൂടാതെ ഈ ചിത്രത്തിന്റെ ട്രെയിലർ കണ്ട് മിക്ക ആൾക്കാരും പ്രതീക്ഷയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എത്തുമ്പോൾ ഇത് പരം സുന്ദരിയുടെ ട്രെയിലർ അല്ല, ചെന്നൈ എക്സ്പ്രസ് 2ന്റെ ട്രെയിലറാണ് എന്നുകൂടി പറഞ്ഞു വെക്കുന്നു. അങ്ങനെ ചില സിമിലാരിറ്റികൾ കണ്ടുപിടിക്കുകയാണ് ബോളിവുഡ് പ്രേക്ഷകരും. മറ്റൊരിടത്ത് മറ്റ് രണ്ട് സൂപ്പർ സ്പോർട്സ് താരങ്ങൾ മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞതാണ് മറ്റൊരു വൈറൽ സംഭവം. ജീവിതം സിനിമയാക്കുകയാണെങ്കിൽ ഏത് താരമാണ് നിങ്ങളെ അവതരിപ്പിക്കേണ്ടത് എന്ന ചോദ്യത്തിന് മറുപടിയുമായി ഇന്ത്യൻ ക്രിക്കറ്റ് താരം സഞ്ജു സാംസൺ എത്തിയതും മുൻ ഇന്ത്യൻ താരം ആർ അശ്വിന്റെ ചില ചോദ്യങ്ങളും മറുപടികളും ഒക്കെയാണ് കൗതുകം ജനിപ്പിച്ചതും. ഇതിൽ മോഹൻലാലിനെ ഉൾപ്പെടുത്തി പറഞ്ഞ കാര്യമാണ് നമ്മളെ ശരിക്കും അതിശയപ്പെടുത്തിയത്. അശ്വിനാണ് ഈ കാര്യം പറഞ്ഞത്. അശ്വിൻ ഒരു പക്കാ മോഹൻലാൽ ഫാൻ കൂടിയാണ്. മുൻ ഇന്ത്യൻ താരം ആർ അശ്വിനാണ് തന്റെ ചാറ്റ് ഷോയിൽ ഈ ചോദ്യം സഞ്ജുവിനോട് ചോദിച്ചത്. വിഴിഞ്ഞത്തിൽ നിന്നുള്ള സഞ്ജുവിന്റെ കഥ സിനിമയാക്കിയാണെങ്കിൽ ആരാണ് നിങ്ങളെ അവതരിപ്പിക്കേണ്ടത് എന്നായിരുന്നു അശ്വിന്റെ ചോദ്യം. കൂടെ ഈ സിനിമയ്ക്ക് ആരാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒരുക്കേണ്ടതെന്നും അശ്വിൻ ചോദിക്കുന്നുണ്ട്. സഞ്ജുവിന്റെ മറുപടിക്ക് മുൻപായി തനിക്ക് ഒരു അഭ്യർത്ഥനയുണ്ടെന്ന് അശ്വിൻ പറയുന്നുണ്ട്. താൻ മോഹൻലാലിന്റെ വലിയൊരു ആരാധകനാണ്, അദ്ദേഹത്തിന്റെ ബോളിംഗ് കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് അദ്ദേഹത്തെ തെരഞ്ഞെടുക്കരുത് എന്നും അശ്വിൻ പറയുന്നുണ്ട്. ഇതിന് മറുപടിയായി താൻ ബോളിംഗ് ചെയ്യാറില്ലെന്നും അദ്ദേഹത്തിന് ചെയ്യാമെന്നും സഞ്ജു പറയുകയും ചെയ്തു. തന്നെ അവതരിപ്പിക്കാൻ ഇപ്പോഴത്തെ ആരും മനസ്സിലേക്ക് വരുന്നില്ലെന്ന് സഞ്ജു പറയുകയാണ്. അതിനാൽ പുതുമുഖങ്ങൾ ആരെങ്കിലും അവതരിപ്പിക്കണമെന്നും താരം പറഞ്ഞു. സംഗീതം സുശീൽ ശ്യാം ചെയ്യണം, അദ്ദേഹം സൂപ്പറായി ചെയ്യും, ആവേശത്തിലൊക്കെ സൂപ്പറായിട്ടാണ് ചെയ്തിട്ടുള്ളതെന്നും സഞ്ജു പറയുന്നുണ്ട്. തന്റെ പ്രിയപ്പെട്ട മലയാള നടൻ ബേസിൽ ജോസഫും ടൊവിനോ തോമസുമാണെന്നും സഞ്ജു പറഞ്ഞു. ഇരുവരും അടുത്ത സുഹൃത്തുക്കളാണെന്നും സഞ്ജു പറയുന്നുണ്ട്. സുഹൃത്തെന്ന നിലയിൽ അവരുടെ അധ്വാനം ഞാൻ അടുത്തു നിന്ന് കണ്ടിട്ടുണ്ടെന്നും സഞ്ജു പറയുകയുണ്ടായി. താൻ രജനികാന്തിന്റെ കടുത്ത ആരാധകനാണെന്ന് മുൻപ് തന്നെ അഭിമുഖങ്ങളിലെല്ലാം സഞ്ജു സാംസൺ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സിനിമകൾ തനിക്ക് വലിയ ആവേശമാണ് തരാറുള്ളതെന്നും സഞ്ജു പറയുമ്പോൾ കൂലി കാണാനുള്ള തയ്യാറെടുപ്പിലാണ് അദ്ദേഹമെന്നും പറയുന്നുണ്ട്. അതും FTFS തന്നെ കാണാനുള്ള കാര്യങ്ങളും സഞ്ജു പറഞ്ഞത് വലിയ രീതിയിൽ വാർത്തയിൽ ഇടം നേടുകയും ചെയ്തിരുന്നു.